السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച കവിതയായ അൽ ഉർജൂസത്തുൽ മീഇയ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദറസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിനെ പറ്റിയായിരുന്നു നമ്മൾ വിവരിച്ചിരുന്നത്. 25ഓളം സംഭവങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞു. പിന്നീട് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തി. മക്കയിലെ കുഫാറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചപ്പോൾ നല്ലവരായ മദീനക്കാരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തുകയുണ്ടായി. ഇതായിരുന്നു നമ്മൾ അവസാനമായി കഴിഞ്ഞ ദറസിൽ സൂചിപ്പിച്ചിരുന്നത്. ഇന്നെടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فجاء طيبة الرضا يقينا إذ كمل 53 في يوم الاثنين ودام فيها 10 سنين كملا نحكيها أكمل في الأولى صلاة الحضر من بعد ما جمع فاسمع خبري ثم بنى المسجد في قباء ومسجد المدينة الغراء. جزاكم الله خيرا. പിന്നീട് ശൈഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് فجاء طيبة الرضا يقينا إذ كمل 53 في يوم الاثنين ودام فيها 10 سنين كملا نحكيها. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് എന്ത് ചെയ്തു? മദീനയിലേക്ക് ഹിജറ ചെയ്ത് വരികയുണ്ടായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് മദീനയിലേക്ക് വരുമ്പോൾ എത്രയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം? ഇദ് കമ്മല 53 വയസ്സായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന പ്രായം. ഷേഖ് റഹിമഹുല്ലാ ഇവിടെ ഇനി സൂചിപ്പിക്കുന്നത് ഹിജറ 1-ാം വർഷം സംഭവിച്ച കാര്യങ്ങളാകുന്നു. ഹിജറ 1-ാമത്തെ വർഷം സംഭവിച്ച കാര്യങ്ങളാണ് ഷേഖ് റഹിമഹുല്ലാ ഇവിടെ വിശദീകരിക്കുന്നത്. 10 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. 10 കാര്യങ്ങളാണ് ഹിജറ 1-ാം വർഷം സംഭവിച്ചതായി ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേത് എന്താണ് സഹോദരങ്ങളെ? അക്മല ഫിൽ ഊല സലാത്തൽ ഹളരി മിൻ ബഅദി മാ ജമഅ ഫസ്മഅ ഖബരി. അതാണ് അതിനു മുന്നേ ഫി യൗമിൽ ഇസ്നൈനി വദാമ ഫീഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ദിവസത്തിലാണ് മദീനയിൽ എത്തിയത്? യൗമുൽ ഇസ്നൈനിലാണ്. അഥവാ തിങ്കളാഴ്ച ദിവസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തുന്നത്. 10 സിനീന കുമ്മലൻ നഹ്കീഹ. എത്ര വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കഴിച്ചുകൂട്ടിയത്? 10 സിനീന കുമ്മലൻ നഹ്കീഹ. 10 വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കഴിച്ചുകൂട്ടുന്നത്. ഇതാണ് ഷേഖ് റഹിമഹുല്ലാ പറയുന്നത്. അതിനുശേഷം ഷേഖ് അവറുകൾ പറയുന്ന കാര്യം അക്മല ഫിൽ ഊല സലാത്തൽ ഹളരി മിൻ ബഅദി മാ ജമഅ ഫസ്മഅ ഖബരി. അഥവാ ഒന്നാമതായി പറയുന്നത് അക്മല ഫിൽ ഊല സലാത്തൽ ഹളരി. ഒന്നാമത്തെ കാര്യമായി ഷേഖ് റഹിമഹുല്ലാ പറയുന്നത് സ്വലാത്തുൽ ഹളരി നിർബന്ധമായി എന്നാണ്. എന്താണ് സഹോദരങ്ങളെ ഹളറിലുള്ള നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരം 2 രൂപത്തിലാണുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? ഹളർ. രണ്ടാമത്തേത് സഫർ. 2 തരത്തിലാണ് നിസ്കാരങ്ങൾ ഉള്ളത്.
സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുപരിചിതമായിരിക്കും എല്ലാവർക്കും. എന്താണ് സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മുസാഫിർ, സഫർ, സാഫറ, യാത്രയിലുള്ള നിസ്കാരം. അപ്പോൾ ഹളർ എന്തായിരിക്കും? അഥവാ നമ്മളുള്ള നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മുടെ നാട് എന്ന് പരിഗണിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് എന്ത് പറയുക? ഹളർ. സ്വലാത്തുൽ ഹളർ, സ്വലാത്തു സഫർ. ഇതാണ് രണ്ട് നിസ്കാരം അല്ലെങ്കിൽ രണ്ട് തരത്തിൽ പറയുക. നമുക്കറിയാം ഇസ്രായിന് മുൻപ് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ ഇസ്രായിന് മുമ്പ് തന്നെ എന്തുണ്ടായിരുന്നു? നിസ്കാരം ഉണ്ടായിരുന്നു. നിസ്കാരം ഉണ്ടായിരുന്നു. ഇത് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞതായി കാണാം. എന്നാൽ സഹോദരങ്ങളെ 5 വക്തായി മാറുന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ എവിടെ വെച്ചായിരുന്നു? ആകാശത്ത് വെച്ച് ഇസ്രാ മിഅറാജിന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅറാജ് പോയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് എന്ത് ചെയ്യുകയാണ്? 5 വക്ത നിസ്കാരം നിർബന്ധമാക്കുകയാണ്. ഇതിന്റെ സമയം എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്? അഥവാ നിസ്കാരത്തിന്റെ സമയം എങ്ങനെയാണ് നിയമമാക്കപ്പെട്ടത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് ചെയ്തത്. ഇതാണ് ഇതിന്റെ രൂപം. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ ഓരോ വക്തും അഥവാ ളുഹറിന്റെ സമയത്ത് തുടങ്ങി പിന്നീട് ഇന്ന സമയത്ത് അവസാനിക്കും, പിന്നീട് അസറിന്റെ സമയത്ത് തുടങ്ങി മഗ്രിബ്, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തതായി ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. ഏത് സമയത്തായിരുന്നു സഹോദരങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നത്? ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാം, ലം യഖ്തലിഫു ഫി അന്ന ജിബ്രീൽ ഹബത സബീഹത ലൈലത്തൽ ഇസ്റാഇ ഇൻദ സവാലി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് ഏത് സമയത്താണ്? ഇസ്രാ മിഅറാജ് യാത്ര കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം രാവിലെയായിരുന്നു, അല്ലെങ്കിൽ സബീഹത്തിലാണ് വന്നത്. ഇൻദ സവാലി അഥവാ ളുഹറിന്റെ സമയത്ത്. ളുഹറിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയുണ്ടായി. ഫഅല്ലമ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത വമവാഖീതഹ. എന്നിട്ട് എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരവും അതുപോലെ തന്നെ അതിന്റെ സമയവും എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാം. എങ്ങനെയാണ് സഹോദരങ്ങളെ 5 വക്ത നിസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയത്? ആദ്യം നിസ്കാരം ഏത് രൂപത്തിലായിരുന്നു? ഈരണ്ട് റക്അത്തായിട്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ നിസ്കാരം. എല്ലാ വക്തും ഫജറും ളുഹറും അസറും മഗ്രിബും ഇശാവും എല്ലാം ഏത് രൂപത്തിലായിരുന്നു? ഈരണ്ട് റക്അത്തായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, കാന അവ്വല മഫ്തുരിദ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റക്അത്താൻ. ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എത്ര റക്അത്തായിരുന്നു? ഈരണ്ടായിരുന്നു. ഇല്ലൽ മഗ്രിബ്, ഏതൊഴികെ. ഞാൻ മഗ്രിബ് നേരത്തെ പറഞ്ഞു പോയോ? മഗ്രിബ് ഒഴികെ, അത് വാക്കിൽ പിഴവ് സംഭവിച്ചതാണ്. മഗ്രിബ് ഒഴികെ ബാക്കിയുള്ള വക്തുകളൊക്കെ എന്തായിരുന്നു? ഈരണ്ട് റക്അത്തായിരുന്നു. ഫഇന്നഹ കാനത് സലാസൻ. മഗ്രിബ് എങ്ങനെ തന്നെയായിരുന്നു? 3 റക്അത്ത് തന്നെയായിരുന്നു. ثم أتم الله الظهر والعصر والعشاء الآخرة 4. പിന്നീട് എന്തുണ്ടായി? ദുഹറും അസറും അതുപോലെ തന്നെ ഇശാവും 4 റക്അത്തായി പിന്നീട് നിയമമാക്കപ്പെട്ടു. ഫിൽ ഹദരി, ഏത് സമയത്ത്? നമ്മൾ നാട്ടിലുള്ള സമയത്ത് അഥവാ മുസാഫിർ അല്ലാത്ത സമയത്ത് ഈ പറഞ്ഞ ദുഹർ അസർ അതുപോലെ തന്നെ ഇശ 4 റക്അത്തായി. എന്നാൽ വഅഖറ സ്വലാത അലാ ഫർളിൽ അവ്വലി ഫി സഫർ. എങ്ങനെയായിരുന്നോ ആദ്യം ഉണ്ടായിരുന്നത് ആ രൂപത്തിൽ എന്ത് ചെയ്തു? സഫറിന്റെ വേളയിൽ അഥവാ യാത്രാവേളയിൽ എന്താണ്? ഈ പറഞ്ഞ നിസ്കാരങ്ങൾ 2 റക്അത്തായി മാറുകയുണ്ടായി. അഥവാ നമ്മൾ യാത്രക്കാരാണെങ്കിൽ നമ്മൾ ദുഹർ എത്രയാണ് നിസ്കരിക്കാറുള്ളത്? 2 ആണ്. അതുപോലെ തന്നെ അസർ 2 ആണ്, ഇശാവും 2 ആണ് നിസ്കരിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ അഹ്കാമുകൾ ധാരാളം എന്തുണ്ട്? വിശദീകരിക്കാനുണ്ട്. നമ്മൾ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പിന്നീട് എന്താണ് ഉണ്ടായത്? ഈ പറഞ്ഞ നിസ്കാരങ്ങൾ 4 റക്അത്തായി. എന്നാൽ യാത്രയിൽ എന്ത് ചെയ്യുകയുണ്ടായി?
അതിനെ നിലനിർത്തുകയുണ്ടായി. അഥവാ 2-2-2 അത് ഉണ്ടാവുകയാണ് ചെയ്തത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ റിവായത്ത് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഫുരിദത്തി സ്വലാത്തു റകഅതാൻ ثم هاجر النبي صلى الله عليه وسلم ففرضت 4 فتركت صلاة السفر على الأولى. ഈ പറഞ്ഞ അതേ മാന തന്നെ. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു പോയ വേളയിൽ 4 റക്അത്തായി മാറുകയുണ്ടായി പറഞ്ഞ നിസ്കാരങ്ങൾ. പക്ഷേ എന്തുണ്ടായി? സഫറിന്റെ വേളയിൽ, യാത്രയുടെ വേളയിൽ ഈ പറഞ്ഞ രൂപത്തിൽ അതിനെ ബാക്കി വെക്കുകയുണ്ടായി എന്ന്. സഹോദരങ്ങളെ, ഹിജ്റയ്ക്ക് ശേഷമാണ് ഇതിങ്ങനെ മാറുന്നത്, അഥവാ ഈ രൂപത്തിലേക്ക് മാറുന്നത്, 4 റക്അത്തായി മാറുന്നത്. അതാണ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല പറഞ്ഞത് അക്മല ഫിൽ ഊല സലാത്തൽ ഹദ്രി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത്, അഥവാ 4 റക്അത്തായി മാറി എന്നുള്ളത്. ഇനി ഒരു സംശയം വന്നേക്കാം, എന്തുകൊണ്ട് ഫജറിൽ മാറ്റം വരുത്തിയില്ല? അഥവാ ഫജർ എത്ര റക്അത്താണ്? 2 റക്അത്ത് തന്നെയാണ്. ബാക്കിയുള്ളത് 2 റക്അത്തൊക്കെ എന്തായി മാറിയിട്ടുണ്ട്? 4ആയി മാറിയിട്ടുണ്ട്. ഒരു റിവായത്തിൽ, ഒരു ഹദീസിൽ വന്നതായി കാണാം, തുരിക്കത്ത് സ്വലാത്തുൽ ഫജ്രി ലിതൂലിൽ ഖിറാഅ. എന്തുകൊണ്ടാണ്? ഫജർ നിസ്കാരത്തിന്റെ വേളയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ദീർഘിച്ചിട്ടാണ്, അല്ലെങ്കിൽ ദീർഘിപ്പിച്ചിട്ടാണ് നമ്മൾ അതിൽ എന്ത് ചെയ്യാറുള്ളത്? ഖിറാഅത്ത് ഓതാറുള്ളത്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, സ്വലാത്തുൽ ഫജ്രി ഉഖിറ റകഅതൈനി ലിഅജ്ലി തത്വീലിൽ ഖിറാഅത്തി ഫീഹാ. എന്തുകൊണ്ടാണ്? അതിൽ നിസ്കാരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ദീർഘിപ്പിക്കുന്നുണ്ട്, ഖിറാഅത്ത് ദീർഘിപ്പിക്കുന്നുണ്ട്. ഫഅഗ്ന അൻ തക്സീരി റക്അത്ത്. അതുകൊണ്ട് തന്നെ ധാരാളമായി, അല്ലെങ്കിൽ 4 റക്അത്ത് വരെ വർദ്ധിപ്പിക്കേണ്ട ആവശ്യത്തിൽ നിന്ന് അതൊഴിവാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ദീർഘിപ്പിച്ച് ഓതുന്നുണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. പിന്നീട് സഹോദരങ്ങളെ, ഷെയ്ഖ് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല പറയുന്നത് മിൻ ബഅദി മാ ജമഅ ഫസ്മ ഖബരി. എന്താണ് പറയുന്നത്? പിന്നീട് ജുമുഅ നിസ്കാരത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തേത് ഏതാണ് നമ്മൾ സൂചിപ്പിച്ചത്? ഫർള് നിസ്കാരം. ഫർള് നിസ്കാരത്തിൽപ്പെട്ട 5 വക്ത നിസ്കാരങ്ങളെ പറ്റി പറഞ്ഞു. പിന്നീട് എന്താണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്? ജുമുഅ നിസ്കാരത്തെ പറ്റിയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, മക്കയിൽ നിന്ന് തിങ്കളാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെട്ടു. മറ്റൊരു തിങ്കളാഴ്ച ദിവസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ എത്തിയത്? മദീനയിൽ എത്തിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥ മദീനയിലല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിറങ്ങുന്നത്. മറിച്ച് എവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തുന്ന സ്ഥലം? ഏതാണ്? ഖുബായിലാണ്. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്. ഖുബായിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി എത്തുന്നത്. ആ തിങ്കൾ മുതൽ വെള്ളി വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്നു? ഖുബായിൽ തന്നെ താമസിക്കുകയുണ്ടായി. തിങ്കൾ മുതൽ വെള്ളി വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബയിൽ തന്നെ തങ്ങുകയുണ്ടായി. ഖുബ എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേരാണ്. അവിടെ തങ്ങുകയുണ്ടായി. അങ്ങനെ അവിടെയുള്ളവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൻസാരികൾ ക്ഷണിച്ചതാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നു. പിന്നീട് ആ വെള്ളിയാഴ്ച ഖുബയിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തുടങ്ങുകയുണ്ടായി. ഏത് വാഹനപ്പുറത്തേറിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയത്? ഖസ്വ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനപ്പുറത്തേറിക്കൊണ്ടാണ് റസൂൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ബനു സാലിം ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഗോത്രത്തിന്റെ സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ ജുമുഅയുടെ സമയമാവുകയും സഹാബികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വാദി റാനൂന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അഥവാ റാനൂന എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയുണ്ടായി? ജുമുഅ നിസ്കരിക്കുകയുണ്ടായി. മക്കയിൽ വെച്ച് ജുമുഅ കൂടാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നില്ല. എന്താണ് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരുമിച്ച് കൂടുന്നത് കണ്ടാൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന കുഫാറുകൾ വളരെയധികം പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ വെച്ച് എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല? ജുമുഅ കൂടാൻ സാധിച്ചിരുന്നില്ല.
പിന്നീട് ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാർ അവരുടെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ റാനൂന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ജുമാ നിസ്കരിക്കുന്നത്. ഇവർ അൻസാരികളാണ്, അഥവാ ബനു സാലിം ഇബ്നു ഔഫ് ഗോത്രക്കാർ അൻസാരികളാണ്. ഇതാണ് സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജുമുഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആദ്യത്തെ ജുമുഅ ഈ സമയത്തായിരുന്നു. എപ്പോഴാണ് സഹോദരങ്ങളെ ജുമുഅ വാജിബായത്? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു മക്ക ജീവിതത്തിൽ തന്നെ എന്തുണ്ടായിട്ടുണ്ട്, ജുമുഅ നിസ്കാരം അത് വാജിബായിരുന്നു. എന്നാൽ മറ്റു ചില ആളുകൾ, അവരുടെ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം എന്താണ്, ഹിജ്റക്ക് ശേഷമാണ് ജുമുഅ നിസ്കാരം നിർബന്ധമാകുന്നത് എന്നാണ്. എന്നാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മദീനക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തിരുന്നു, ജുമുഅ നിസ്കരിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വരുന്നതിന് മുൻപ് തന്നെ ജുമുഅ നിസ്കരിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ കീഴിലാണ് റസൂൽ സല്ലല്ലാഹു അഫ്വൻ അവർ ജുമുഅ നിസ്കരിച്ചിരുന്നത്, അഥവാ മദീനക്കാർ ആരുടെ കീഴിലായിരുന്നു? സഅദ് ബിൻ സുറാറ. ആരാണ്? സഅദ് ബിൻ സുറാറയുടെ കീഴിൽ സഹാബത്ത് ജുമുഅ നിസ്കരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ സഹാബി കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. കഅബ് ബിൻ മാലിക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ കണ്ണ് കാണാൻ സാധിച്ചിരുന്നില്ല. കഅബ് ബിൻ മാലിക് നമുക്കറിയാം, മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം അഥവാ തൗബയുമായി ബന്ധപ്പെട്ട ആ ചരിത്രം നമുക്ക് ഒരുപക്ഷെ അറിയുന്നതായിരിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തി നിന്ന കൂട്ടത്തിൽ കഅബ് ബിൻ മാലിക്കും ഉണ്ടായിരുന്നു. അത് നമ്മൾ കേൾക്കേണ്ട, വായിക്കേണ്ട ചരിത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തായിരുന്നു, അവസാന കാലഘട്ടത്തിൽ കണ്ണ് കാണാൻ സാധിച്ചിരുന്നില്ല, അന്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ വഴികാട്ടിയായി അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം പറയുന്നതായി കാണാം, അഥവാ അബ്ദുറഹ്മാൻ ഇബ്നു കഅബ് ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാം, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അസ്അദ് ബിൻ സുറാറയ്ക്ക് വേണ്ടി തറഹും നടത്താറുണ്ട്, അഥവാ റഹിമഹുല്ലാഹ് എന്ന് പറയാറുണ്ട്. ഏത് സമയത്ത്? വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന വേളയിൽ. എന്തുകൊണ്ടാണ് തറഹും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനു മുന്നേ സഹോദരങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്ന വലിയൊരു പാഠമാണ്. നമുക്ക് ആരെങ്കിലും ഒരു കാര്യം, ഇതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അസ്അദ് ബിൻ സുറാറയാണ്. അദ്ദേഹം പറയുകയാണ്, കാന അവ്വല മൻ സല്ല ബിനാ അൽ ജുമുഅ ഖബ്ല മഖ്ദമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നഖീൽ ഖളബാത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുൻപ് നമ്മളെയും കൂട്ടി ജുമുഅ നിസ്കരിച്ചത് അസ്അദ് ബിൻ സുറാറയായിരുന്നു. അതിനാലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് തറഹും റഹിമഹുല്ലാഹ് എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹമാണ് നമ്മളെയും കൂട്ടി ആദ്യമായി ജുമുഅ നിസ്കരിച്ചത് എന്നത് കാരണത്താലാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇത് നമുക്കും വലിയൊരു പാഠമാണ്. അഥവാ നമുക്ക് ആരെങ്കിലും ഒരു നന്മ പഠിപ്പിച്ചു തന്നാൽ, ആരെങ്കിലും നമുക്ക് നല്ലൊരു ഉപദേശം തന്നു കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്. പല ഉലമാക്കളും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മഹാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖവായിദുൽ ഫിഖ്ഹിയിൽ പറഞ്ഞതായി കാണാം. അദ്ദേഹം ചില കാര്യങ്ങൾ വഹാദിഹി ഖവായിദുൻ നവംതുഹാ മിൻ കുതുബി അഹ്ലിൽ ഇൽമി ഖദ് ഹഫൽതുഹാ, ഞാൻ ഈ ഒരുമിച്ച് കൂട്ടിയ അറിവുകൾ അത് അഹ്ലുൽ ഇൽമിന്റെ കിതാബുകളിൽ നിന്നാണ് ഞാൻ ഒരുമിച്ച് കൂട്ടിയത്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ജസാഹുമുൽ മൗല അസീമൽ അജ്രി മഅ ഗുഫ്രാനിഹി വൽ ബിർരി. എന്താണ് പറയുന്നത്? അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം അത് പഠിച്ചത് കിതാബുകളിൽ നിന്നാണ്. അത് രചിച്ച ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും അതുപോലെ തന്നെ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് അറിയുന്നതാണ്. അഥവാ വലിയൊരു പരീക്ഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. എന്നാണത്? അഥവാ ഖുർആൻ അള്ളാഹുവിന്റെ എന്താണ് അള്ളാഹുവിന്റെ കലാമാണ്.
അള്ളാഹുവിന്റെ കലാമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ചില ആളുകൾ, മഅ്മൂൻ എന്ന് പറയുന്ന രാജാവ്, അതിനുശേഷം വന്ന മുഅ്തസിം എന്ന് പറയുന്ന രാജാവ്, ഇവരൊക്കെ എന്തിനു വേണ്ടി പ്രേരിപ്പിച്ചു? ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഒരു തരി പോലും അദ്ദേഹം അനങ്ങിയില്ല, ആ ഹക്കിൽ ഉറച്ചു നിന്നു. ഈ സമയത്ത്, ഇത് കഴിഞ്ഞ ആ സമയത്ത്, ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങിയ സമയത്ത് അദ്ദേഹം പറയാറുണ്ട് എന്നാണ്, റഹിമല്ലാഹു അബൽ ഹൈസം, റഹിമല്ലാഹു അബൽ ഹൈസം. അങ്ങനെ ഇദ്ദേഹം ധാരാളമായി ഇങ്ങനെ റഹ്മത്ത് ചൊരിയുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇമാം അഹ്മദിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കാനുള്ള കാരണം? അദ്ദേഹം പറയുകയാണ്, ഞാൻ ജയിലിലായിരുന്ന വേളയിൽ ഇയാൾ എന്താണ്? ഒരു കള്ളനാണ്. അബുൽ ഹൈസം ഒരു കള്ളനാണ്. എനിക്ക് ധാരാളം അടികൾ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു ദിവസം അയാൾ എന്റെ വസ്ത്രം പിടിച്ചു വലിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ അബുൽ ഹൈസം പറഞ്ഞു, ഞാനൊരു കള്ളനാണ്. ഏകദേശം എനിക്ക് 1000 അല്ലെങ്കിൽ എത്രയോ 1000-ൽ കൂടുതൽ തവണ എനിക്ക് ചാട്ടവാറാൽ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ബാത്തിലാണുള്ളത്, ഞാൻ ചെയ്തത് കള്ളനാണ്. പക്ഷേ ഇത്ര അടി ലഭിച്ചിട്ടും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ആ കള്ളം ഞാൻ എന്ത് ചെയ്യുന്നില്ല? സമ്മതിക്കുന്നില്ല. ഇമാം അഹ്മദ്, അങ്ങ് ഹക്കിലാണെന്നറിയാം, അങ്ങ് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അടികൾ ഹക്കിൽ ഉറച്ചു നിർത്തുന്നതിനെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞ ആ വാക്ക് പിന്നീട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലക്ക് അങ്ങേയറ്റം മനസ്സിൽ കൊണ്ടു എന്നാണ്. അതിനാൽ തന്നെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? തറഹുമ നടത്തുകയാണ്. ഇദ്ദേഹത്തിന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ആയിരിക്കണം സഹോദരങ്ങളെ നമ്മളും ആകേണ്ടത്. കാരണം ദീന് പഠിപ്പിച്ചു തരാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ നിഅമത്താണ്. എത്രയോ നാടുകളിൽ ആളുകളുണ്ട്, അവർക്ക് ദീൻ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അതിന് പഠിപ്പിക്കാൻ ആളുകളില്ല, അല്ലെ? പൊതുവെ നമ്മൾ പറയാറുണ്ട്, എന്താണത്? കണ്ണിന്റെ വില മനസ്സിലാകണമെങ്കിൽ കണ്ണില്ലാണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള എന്റേതല്ല ധാരാളം ഇൽമുകൾ ലഭിക്കുന്ന സദസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് മുതലെടുക്കാൻ വേണ്ടി നോക്കണം. ധാരാളം അറിവുകളുള്ള, ധാരാളമായി നമുക്ക് നസീഹത്തുകൾ നൽകുന്ന ദറസുകൾ നമ്മൾ അത് മുതലെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് അബ്ദുറഹ്മാൻ ബിൻ കഅബ് റഹിമഹുല്ല ചോദിക്കുകയാണ്, കം കുൻതും യൗമ ഇദിൻ, അന്നേ ദിവസം അസ്അദ് ബിൻ സുറാറ നിങ്ങളെയും കൂട്ടി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എത്ര ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, 40, നമ്മൾ 40 ആളുകളായിരുന്നു അന്നേ ദിവസം ഉണ്ടായിരുന്നത് എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്ന കാര്യം, സുമ്മ ബനൽ മസ്ജിദ ഫീ ഖുബാഇൻ, എന്താണ്? പിന്നീട് ഖുബാ മസ്ജിദ് പണിയുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ കഴിഞ്ഞ് ആദ്യം തങ്ങിയ സ്ഥലമേതായിരുന്നു? ഖുബയായിരുന്നു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കി. ഏകദേശം മസ്ജിദുൻ നബവിയുടെ തെക്ക് വശത്ത് 6 കിലോമീറ്റർ ഇപ്പുറത്താണ് ഏത് സ്ഥലം? ഖുബ എന്ന് പറയുന്ന സ്ഥലം. 6 കിലോമീറ്റർ തെക്ക് വശത്ത് നിന്ന് 6 കിലോമീറ്റർ ഇപ്പുറത്താണ് ഏത് സ്ഥലം? ഖുബ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ബനു അംർ ബിൻ ഔഫ് എന്ന് പറയുന്ന ഗോത്രം താമസിക്കുന്നുണ്ട്. ഇവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്നത്. അഥവാ ഇവരുടെ വാസസ്ഥലമായ സ്ഥലത്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ചിരുന്നത്. ഇബ്നു ഇസ്ഹാഖ് പറയുന്നതായി കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിങ്കൾ മുതൽ വെള്ളി വരെ താമസിച്ചു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഈ വിഷയത്തിലും എന്തുണ്ട്? അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷേ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ളതാണ് ശരിയായി തോന്നുന്നത്. അല്ലാഹു അലം. ഈ കാലയളവിൽ, അഥവാ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണ്? 5 ദിവസമാണ്. എത്ര ദിവസമാണ്? 5 ദിവസമാണ്. ഈ കാലയളവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിത പള്ളിയാണ് മസ്ജിദ് ഖുബ. ഈ കാലയളവിൽ, 5 ദിവസത്തെ കാലയളവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പണിത പള്ളിയാണ് മസ്ജിദ് ഖുബ. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എങ്കിൽ അതിന് തൊട്ടടുത്ത് എന്ത് വേണം? പള്ളി ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ഖുബായിലെത്തി ആദ്യം ചെയ്ത കാര്യം എന്താണ്? മസ്ജിദ് ഖുബ പണിയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠമാണ്, നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് എന്തുണ്ടായിരിക്കണം? ഒരു പള്ളി ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉലമാക്കൾ ഈ സംഭവം വിവരിക്കവേ പറഞ്ഞതായി നമുക്ക്
കാണാൻ സാധിക്കും. പറഞ്ഞു വന്നതുപോലെ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യം എന്താണ്? മസ്ജിദ് ഖുബ പണിയുകയുണ്ടായി. അതിനുശേഷം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ് വമസ്ജിദൽ മദീനത്തിൽ ഗറ. പിന്നീട് എന്തുണ്ടായി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ജുമാ നിസ്കരിക്കുകയും പിന്നീട് മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചിരുന്ന അൽ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം ഒരു സ്ഥലത്ത് മുട്ടുകുത്തുകയുണ്ടായി. സാന്ദർഭികമായി പറയാനുള്ളത്, ചില പണ്ഡിതന്മാർ അൽ ഖസ്വാഇന് മറ്റൊരു പേരും പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ജദ്ആ എന്ന് മറ്റു ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞതായി കാണാൻ സാധിക്കും. അഥവാ രണ്ടും ഒരേ മൃഗം തന്നെയാണ്. ചില പണ്ഡിതന്മാർ ആ വാഹന മൃഗത്തിന്റെ പേര് അൽ ഖസ്വാ എന്ന് പറഞ്ഞു, മറ്റു ചിലർ ജദ്ആ എന്നും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലം ഏതാണ്? അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒട്ടകം മുട്ടുകുത്തുന്നത്. അങ്ങനെ ആ മുട്ടുകുത്തിയ സ്ഥലം അസ്അദ് ബിൻ സുറാറ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആദ്യമായി ജുമാ നിസ്കരിച്ച അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലുള്ള 2 യതീം മക്കളുടെ സ്ഥലമായിരുന്നു അത്. ആ ഒട്ടകം മുട്ടുകുത്തുന്ന സ്ഥലം അസ്അദ് ബിൻ സുറാറയുടെ കീഴിലുള്ള 2 യതീം മക്കളുടെ സ്ഥലമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയാണ്? അവരുടെ കയ്യിൽ നിന്നും ആ സ്ഥലം വില കൊടുത്ത് വാങ്ങുകയും പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവി പണിയുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്ന് മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്ര ദിവസം കൊണ്ടാണ് മസ്ജിദുൻ നബവിയുടെ പണി തീർന്നത്? ഏകദേശം 12 ദിവസം കൊണ്ടാണ് പള്ളി പണിഞ്ഞ് തീർന്നത്. സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുൻകഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, ഈ കാണുന്ന രൂപത്തിലായിരുന്നോ? ഒരിക്കലുമല്ല, ചെറിയ രൂപത്തിലായിരുന്നു. അതും ഈന്തപ്പന, അതിന്റെ ഇലകൾ, ഓലകൾ കൊണ്ട് മേൽക്കൂരയും അതുപോലെ ചെറിയ രൂപത്തിലുള്ള പള്ളിയായിരുന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അത് ഹക്കാണ് എന്ന് മനസ്സിലാകാൻ മസീഹുദ് ദജ്ജാൽ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ആരുടേതാണ്? ഈ വെള്ള കൊട്ടാരം എന്ന് പറയുന്ന ഹദീസ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ 12 ദിവസം കൊണ്ടെടുത്ത പള്ളിയിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. അപ്പോൾ മസീഹുദ് ദജ്ജാൽ ആ സമയത്ത് പറയുന്ന വാക്കെന്താണ്? ആരുടേതാണ്? ഈ വെള്ളക്കൊട്ടാരം എന്നുള്ളതാണ്. ഇപ്പോൾ മസ്ജിദ് നബവി ഏത് രൂപത്തിലാണുള്ളത്? വെള്ള നിറത്തിലാണ്. മാത്രമല്ല അത് എത്ര വലുതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന മഹാനായ രാജാവ് മലിക് സൽമാൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കാരണം നമുക്ക് അവിടെയുള്ള ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2 ഹറമുകൾ നോക്കിയാൽ മതി. അവർക്ക് വേണ്ടി നമ്മളോട് അറിയാതെ ദുആ ചെയ്തു പോകും. ഇതൊന്നും ആരും കാണിക്കില്ല, മീഡിയാസ് ഇതൊന്നും കാണിക്കില്ല. അതുപോലെ ഫലസ്തീന് ചെയ്യുന്ന സഹായം ഇതൊന്നും ആര് കാണിക്കുകയില്ല? ഒരിക്കലും മീഡിയാസ് കാണിക്കുകയില്ല. അവർക്ക് വേണ്ടത് എന്താണ്? സൗദിയെ കുറ്റം പറയണം. സുബ്ഹാനല്ലാഹ്, പല ഉലമാക്കളും പറഞ്ഞതായി കാണാം, സൗദിയിൽ തിന്മകളില്ല എന്നൊന്നും ആർക്കും വാദമില്ല. പക്ഷേ നമുക്ക് തിന്മകളില്ലേ? നമുക്ക് തിന്മകളുണ്ട്. അതുപോലെ തന്നെയാണ്. പക്ഷേ അവർ ചെയ്യുന്ന ഖിദ്മത്തുകൾ സുബ്ഹാനല്ലാഹ് മറ്റൊരു രാജ്യവും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങൾക്ക് അത്രയും അവർ ചിലവഴിക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും സൗദി അറേബ്യ മുൻപന്തിയിൽ തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ ഹർമകളും ഇപ്പോഴും നോക്കൂ, ഈ കഴിഞ്ഞ ഹജ്ജിലും അൽഹംദുലില്ലാഹ് ലക്ഷക്കണക്കിന് ആളുകൾ വന്നപ്പോഴും അവിടെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ അവർ എല്ലാ ഹാജിമാർക്കും ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള മീഡിയാസും അതുപോലുള്ള ആളുകളും പറയുമ്പോൾ നമ്മൾ അതിനെ തടുത്തുകൊണ്ട് സൗദി അറേബ്യ പോലുള്ള തൗഹീദിന്റെ രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം. അതിനെപ്പറ്റി നമ്മൾ അറിയണം. നോക്കൂ സഹോദരങ്ങളെ, മസ്ജിദുൻ നബവിയിൽ പഠിപ്പിക്കുന്ന എത്രയോ മജ്ലിസുകളുണ്ട്. അതിലൊരു മജ്ലിസുകളിൽ പോലും ഒരു ബിദ്ഈ കക്ഷിന്റെ കിതാബ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെ പഠിപ്പിക്കുന്നത് കിതാബു തൗഹീദാണ്, ഉസൂലു സലാസയാണ്. അതുപോലെ തന്നെ സലഫി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് എത്രയും മനോഹരമായി അവിടെ മശായിഖമാർ ദർസ് എടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും ഇതുപോലെ സാധിക്കുകയില്ല. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ
അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുകയാണ്? അവിടെ നിന്നും തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇതുപോലൊരു നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. അഥവാ സഊദി പോലുള്ള രാജ്യങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ നിഅമത്താണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 ദിവസം കൊണ്ട് മസ്ജിദുൻ നബവി പണിയുകയുണ്ടായി. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. വഹാദാ വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ ദർസ് ഉടനെ തന്നെ ആരംഭിക്കും. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ.